എല്ലാവർക്കും നമസ്കാരം. കണ്ണൂർ സർവകലാശാല 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലെ ബികോം വിദ്യാർത്ഥികൾക്ക് 1-ാം സെമസ്റ്ററിൽ പഠിക്കേണ്ട ടെക്സ്റ്റാണ് സാഹിത്യവും രചനയും. അതിൽ നമുക്ക് പഠിക്കാനുള്ള ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസം എന്ന ലേഖനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അത് രചിച്ചിരിക്കുന്നത് MN വിജയനാണ്. അദ്ദേഹത്തിന്റെ ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസം എന്ന ലേഖനത്തെ നമ്മളിന്ന് പരിചയപ്പെടുകയാണ്. അത് വളരെ ഹ്രസ്വമായി തന്നെ നമ്മൾ ആ ലേഖനത്തെ പരിചയപ്പെടുകയാണ്. ആ ലേഖനത്തിൽ പ്രധാനമായിട്ട് പങ്കുവയ്ക്കുന്നത് ആഗോളവൽക്കരണ കാലത്തെ മൂല്യ വ്യതിയാനത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് MN വിജയൻ ഈ ലേഖനത്തിൽ പങ്കുവയ്ക്കുന്നത്. ഇതൊരു ആഗോളവൽക്കരണ കാലം, അതിൽ മൂല്യവ്യവസ്ഥയിൽ ഭാഷയും സംസ്കാരം, വിദ്യാഭ്യാസം ഇതിലൊക്കെ വന്നിരിക്കുന്ന വ്യതിയാനം എന്താണെന്നാണ് ഈ ലേഖനത്തിൽ MN വിജയൻ പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഈ ലേഖനത്തിൽ സംസാരിക്കുന്നത്, അതായത് മാനുഷിക മൂല്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഊന്നി നിന്നുകൊണ്ടുള്ള നിരീക്ഷണങ്ങളാണ് നമ്മൾ ഈ ലേഖനത്തിൽ മുഴുവനായിട്ടും കാണുന്നത്. അദ്ദേഹം വിദ്യാഭ്യാസത്തെക്കുറിച്ചാണെങ്കിലും ഭാഷയെക്കുറിച്ചാണെങ്കിലും സംസ്കാരത്തെക്കുറിച്ചാണെങ്കിലും അതിൽ മാനുഷിക മൂല്യങ്ങൾക്ക് നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിൽ ഊന്നി നിന്നുകൊണ്ട് ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസം എന്നതിനെക്കുറിച്ച് വിമർശനാത്മകമായിട്ട് MN വിജയൻ ഈ ലേഖനത്തിൽ സംസാരിക്കുകയാണ്. ഇതിൽ നമ്മൾ ആദ്യമേ തന്നെ കാണുന്നത് നമ്മൾ ഭാഷ, സംസ്കാരം എന്നിവയെക്കുറിച്ചാണ്. നമുക്കറിയാം, ഭാഷ നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. ജനിച്ച ഒരു കുഞ്ഞ് ഏത് സ്ഥലത്താണ് ജനിച്ചത്, അതിന്റെ മാതാപിതാക്കൾ സംസാരിക്കുന്ന, ചുറ്റുപാടുള്ള ആളുകൾ സംസാരിക്കുന്ന ഭാഷ തനിയെ പഠിച്ചു വരും. നമ്മളുടെ ആശയ സംവേദനത്തിനും പരസ്പരമുള്ള സംഭാഷണത്തിനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഭാഷയെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമേ തന്നെ ഈ ഭാഗത്ത് കാണുന്നത്. ഇതില് MN വിജയൻ ആദ്യമേ പങ്കുവയ്ക്കുന്നത് ഭാഷ എന്നത് ഒരേ സമയം ചിന്തയുടെയും സമുദായ വ്യവസ്ഥയുടെയും മനുഷ്യബന്ധങ്ങളുടെയും അധികാരത്തിന്റെ രൂപമാണെന്നാണ്. അതായത് ഭാഷ എന്ന് പറയുന്നത് ഒരേ സമയം നമുക്ക് ചിന്തിക്കാനുള്ളതാണ്. നമുക്ക് ഭാഷ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അതുപോലെ തന്നെ ഒരു സമുദായത്തിന്റെ, ഒരു സമൂഹത്തിന്റെ ഒക്കെ വ്യവസ്ഥകൾ രൂപപ്പെടുന്നത് ഭാഷ വഴിയാണ്. അതുപോലെ തന്നെ മനുഷ്യബന്ധങ്ങൾ രൂപപ്പെടുന്നത്, ഇപ്പൊ ഞാൻ ഒരാളെ കാണുമ്പോൾ ആ ആളോട് സംസാരിച്ച് ബന്ധം രൂപപ്പെടണമെങ്കിൽ അവിടെ ഭാഷ, പരസ്പരം സംസാരിക്കാൻ ഒരു ഭാഷ വേണം. അങ്ങനെ മനുഷ്യബന്ധങ്ങൾ രൂപപ്പെടാനും ഭാഷ അനിവാര്യമാണ്. അതുപോലെ അധികാരത്തിന്റെ രൂപം, ഇപ്പോ അധികാരികൾക്ക് തങ്ങളുടെ കീഴിലുള്ള ആളുകളോട് ഒരു കാര്യം പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ഭാഷ ഉണ്ടാകണം. ഭാഷ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അധികാരം പ്രയോഗിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പൊ അതാണ് ഇവിടെ ആദ്യം പറയുന്നത്, ഭാഷ എന്നത് ഒരേ സമയം ചിന്തയുടെയും സമുദായ വ്യവസ്ഥയുടെയും മനുഷ്യബന്ധങ്ങളുടെയും അധികാരത്തിന്റെ രൂപമാണ്. വീണ്ടും നമ്മളോട് കാണുന്നത്, നമ്മൾ ചിന്തിക്കുന്നതും സ്വപ്നം കാണുന്നതും ചരിത്രം രചിക്കുന്നതെല്ലാം ഭാഷയിലൂടെയാണ്. അതായത് നമ്മൾ ഓരോരുത്തർ, ഇപ്പൊ മലയാളികൾ എടുക്കുക, മലയാളികൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഏത് രാജ്യത്ത് ചെന്നാലും കഴിഞ്ഞാലും നമ്മൾ ചിന്തിക്കുക നമ്മുടേതായ മാതൃഭാഷയിൽ. നമുക്കൊരു ഭാഷയുണ്ട്, ആ ഭാഷ വെച്ചുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ സ്വപ്നം കാണുന്നത്, നമ്മൾ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുന്നു. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് സ്വപ്നം കാണുന്നു. ദൂരെ ആയിരിക്കും പല പല സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ സ്വപ്നം കാണുന്നതും നമ്മുടേതായ ഭാഷയിൽ, അല്ലെങ്കിൽ നമ്മൾ ഏത് ഭാഷയാണ് നമുക്കറിയുന്നത് ആ ഭാഷയിലാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അതുപോലെ തന്നെ ചരിത്രം രചിക്കപ്പെടുന്നത് ഇതെല്ലാം ഭാഷയിലൂടെയാണ്. അപ്പൊ എല്ലാത്തിന്റെയും അടിസ്ഥാന ഘടകമായിട്ട് ഭാഷ ഉണ്ടാകണം എന്ന് MN വിജയൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഭാഷയുടെ വ്യത്യസ്തതയെക്കുറിച്ചും ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഒരു വാക്ക് തന്നെ വ്യത്യസ്തമായ അനുഭവത്തെയോ ആശയത്തെയോ പ്രതിനിധാനം ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറയുകയാണ്. അതായത് നമ്മളൊരു വാക്കെടുത്തു കഴിഞ്ഞാൽ അത് വ്യത്യസ്തമായ ആശയങ്ങൾ പകർന്നു തരുന്നുണ്ട്. നമ്മൾ സ്നേഹം എന്നുള്ളൊരു വാക്കെടുത്തു കഴിഞ്ഞാൽ ആ സ്നേഹത്തിന് നമ്മൾ ഒരാളെ സ്നേഹിക്കുക എന്നുള്ള അർത്ഥമുണ്ട്, അതുപോലെ എണ്ണ എന്നുള്ള അർത്ഥവും കൂടിയുണ്ട്. അങ്ങനെ പല പല അർത്ഥങ്ങൾ ഒരേ വാക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. ഇതിൽ അദ്ദേഹം ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് ആർദ്രത എന്നുള്ള വാക്കാണ്. ആർദ്രതയ്ക്ക് അർത്ഥം എന്ന് പറയുന്നത് ഈർപ്പം എന്നാണ്. ഈ പദത്തിന് അദ്ദേഹം ആർദ്രത വറ്റിപ്പോയ സമൂഹം എന്നതിലും വറ്റിയ ഒരു കുളത്തെയോ അല്ലെങ്കിൽ ഒരു പുഴയെയോ സൂചിപ്പിക്കുന്നതിനും ഈ ആർദ്രത എന്ന ഈ പദം ഉപയോഗിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയാണ്. അതായത് ആർദ്രത, ഒരു ഈർപ്പം, നമ്മുടെ മനസ്സിലൂടെ അലിവൊക്കെ, ആർദ്രത നഷ്ടപ്പെട്ട സമൂഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അലിവും ഒരു മറ്റുള്ളവരുടെ അനുകമ്പയൊക്കെ നഷ്ടപ്പെട്ട ഒരു സമൂഹം നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ആർദ്രത എന്നത് വറ്റിപ്പോയ ഒരു കുളം അല്ലെങ്കിൽ പുഴ, ഇതില് ഈർപ്പം വറ്റിപ്പോയതിനെ കുറിച്ച് സൂചിപ്പിക്കാനും ആർദ്രത എന്ന പദം ഉപയോഗിക്കുന്നുണ്ട് എന്ന് MN വിജയൻ പറയുകയാണ്. ഇനി നമ്മൾ കാണുന്നത്, അതിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ സൗന്ദര്യബോധങ്ങളും മൂല്യബോധങ്ങൾ എന്നിവ സൂക്ഷിക്കുന്ന ഒരു അന്തർവാഹിനിയായിട്ട് ഭാഷ നിലനിൽക്കുന്നു എന്ന്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്കുള്ള ഒരു സൗന്ദര്യബോധമുണ്ട്, അത് രൂപപ്പെടുന്നത് ഭാഷ വഴിയാണ്. പിന്നെ അതുപോലെ തന്നെ മൂല്യബോധങ്ങൾ, നമുക്കൊരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, മറ്റുള്ളവരുടെ അടുക്കൽ എങ്ങനെ ജീവിക്കണം, ഒരു പൊതുസമൂഹത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നിങ്ങനെയുള്ള മൂല്യബോധങ്ങളൊക്കെ നമുക്ക് സൃഷ്ടിച്ചു തരുന്നത് ഭാഷയാണ്. അപ്പൊ ഇതിന്റെ എല്ലാം അടിയിൽ, നമ്മളുടെ സൗന്ദര്യബോധങ്ങൾക്കടിയിലും മൂല്യബോധങ്ങൾക്ക് അടിയിലും ഭാഷ ഒരു അന്തർവാഹിനിയായിട്ട് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ഇതിൽ കാണുന്നത് ദേശീയതാ പ്രസ്ഥാനവും ഭാഷയും എന്നതിനെ കുറിച്ചാണ്.
അതായത് നമ്മളുടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ കുറിച്ചൊക്കെ നമ്മൾ എടുത്തുകൊണ്ടാണ് ഇതിൽ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്നു ഭാഷ എന്നത് അധികാരത്തിന്റെ രൂപമാണെന്ന് തിരിച്ചറിവ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ഉണ്ടായിരുന്നു. അതായത് ഭാഷ ഒരു അധികാരം പ്രയോഗിക്കാനുള്ള ഒരു രൂപമാണ് ഭാഷ എന്നത് ഒരു തിരിച്ചറിവ് ഇന്ത്യൻ ദേശീയത പ്രസ്ഥാനത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അധികാരത്തെ തോൽപ്പിക്കണമെങ്കിൽ ഭാഷയെ തോൽപ്പിക്കണമെന്ന് അവർ ഈ ഇന്ത്യൻ ദേശീയത പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ മനസ്സിലാക്കിയത്. ഉദാഹരണമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇംഗ്ലീഷ് ഭാഷ ബ്രിട്ടീഷ് അധികാരത്തിന്റെ രൂപമാണ്. ആ ആധിപത്യത്തെ തോൽപ്പിക്കണമെങ്കിൽ ആ ഭാഷയെ തോൽപ്പിക്കണമെന്ന് ദേശീയത പ്രസ്ഥാനത്തിലുള്ള ആളുകൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ അലിഗഡ് സർവകലാശാലയും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഒത്തിരിയേറെ ഭാഷ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളും എല്ലാം ഉണ്ടായത് ഈ ഭാഷയുടെ ആധിപത്യത്തെ, ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു ആധിപത്യം, ബ്രിട്ടീഷ് ആധിപത്യം ഉണ്ട്, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സർവകലാശാലകളൊക്കെ, ഇന്ത്യയുടേതായ സർവകലാശാലയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം വന്നു ചേർന്നത്. ഈ ഇന്ത്യൻ ദേശീയത പ്രസ്ഥാനത്തിന് ഇങ്ങനെ നമ്മളുടെ അധികാരത്തെ തോൽപ്പിക്കണമെങ്കിൽ ഭാഷയെ തോൽപ്പിക്കണമെന്നുള്ളൊരു ബോധ്യം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് നമ്മുടെ കരുത്ത് തെളിയിക്കാനുള്ള മാർഗമായിട്ട് ഭാഷയെ തിരിച്ചു പിടിക്കേണ്ടതുണ്ടെന്ന് ഗാന്ധിജി കരുതുകയും ചെയ്തിരുന്നു. അതായത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കരുത്തിനെയൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ നമ്മളുടെ തന്നെ ഭാഷയെ, നമ്മളെ ഭരിക്കുന്ന ഒരു ഭാഷ ഇവിടെ കയറി വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മറികടന്ന് നമ്മുടെ തന്നെ ഭാഷയെ തിരിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കരുത്ത് തെളിയിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്ന് ഗാന്ധിജി കരുതിയത്. ഈ ബോധത്തിന്റെ ഭാഗമായിട്ടാണ് അക്കാലത്ത്, അതായത് ഗാന്ധിജിയുടെ ഈ ബോധത്തിന്റെ ഭാഗമായിട്ടാണ് അക്കാലത്ത് ഹിന്ദി പഠന കേന്ദ്രങ്ങളൊക്കെ ഉണ്ടായത്. നമുക്കറിയാം ഇന്ത്യയുടെ ഒരു ദേശീയ ഭാഷയാണ് ഹിന്ദി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഹിന്ദി പഠന കേന്ദ്രങ്ങൾ ഉണ്ടായത് ഇങ്ങനെ നമ്മുടെ അധികാരത്തെ തിരിച്ചു പിടിക്കണമെങ്കിൽ നമ്മുടെ ഭാഷയെ തിരിച്ചു പിടിക്കണം, എങ്കിൽ മാത്രമേ അധികാരത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ള ബോധ്യം ഗാന്ധിജിക്കുണ്ടായി. അതുവഴിയായിട്ടാണ് ഹിന്ദി പഠന കേന്ദ്രങ്ങളൊക്കെ രൂപപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നമ്മൾ കേരളത്തിൽ രൂപപ്പെട്ട പച്ചമലയാള പ്രസ്ഥാനമുണ്ട്. ഇതേ ആശയത്തിന്റെ പ്രതിഫലനം തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് സംസ്കൃതത്തിന്റെ ആധിപത്യം, മലയാളത്തിന് മേൽ സംസ്കൃതത്തിനുണ്ടായിരുന്ന ആധിപത്യത്തിനെതിരെ പച്ചമലയാളം പ്രസ്ഥാനം രൂപപ്പെട്ടു. അത് പരാജയപ്പെട്ടെങ്കിലും അത് കേരളീയ ദേശീയ ബോധത്തിന്റെ പ്രകടനമായിരുന്നു ഈ പച്ചമലയാള പ്രസ്ഥാനം എന്ന് പറയുന്നത്. നമ്മളുടെ ദേശീയ ബോധത്തിന്റെ അടയാളമായിട്ട് നമ്മൾ കാണുന്നത് ഹിന്ദി പഠന കേന്ദ്രങ്ങളൊക്കെ തുടങ്ങിയതിനെ കുറിച്ചാണ്. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ കേരളത്തില് മലയാളത്തിന് മേൽ സംസ്കൃതത്തിന്റെ ഒരു ആധിപത്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പച്ചമലയാള പ്രസ്ഥാനം രൂപപ്പെട്ടു. അത് പച്ചമലയാള പ്രസ്ഥാനം പരാജയപ്പെട്ടെങ്കിലും അത് കേരളീയ ദേശീയ ബോധത്തിന്റെ ഒരു പ്രകടനമായിട്ട് നമ്മൾ കാണണമെന്നും എം.എൻ. വിജയൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് ഈ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് ഭാഷയിലെ മാതൃഭാഷയുടെ സ്ഥാനം എന്താണെന്നാണ്. നമുക്കറിയാം നമ്മൾ കേരളീയർ സംസാരിക്കുന്ന നമ്മുടെ മാതൃഭാഷ എന്നത് മലയാളമാണ്. അപ്പൊ ഈ ഭാഷയിൽ മാതൃഭാഷയ്ക്ക് എത്രമാത്രം സ്ഥാനമുണ്ട്? നമുക്കറിയാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ അനവധി ഭാഷകളുണ്ട്. ഇതിൽ നമ്മുടേതായ ഭാഷയ്ക്ക് എന്താണ് സ്ഥാനമെന്ന് അദ്ദേഹം പറയാണ്. അതായത് നമ്മളുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ മനുഷ്യൻ ഉപയോഗിക്കുന്നത് മാതൃഭാഷയാണെന്ന് അദ്ദേഹം പറയാണ്. അതായത് നമ്മളിപ്പം വിദേശ രാജ്യത്ത് പോയി പഠിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുന്നു. അവിടെ നമുക്ക് പെട്ടെന്ന് നമ്മളെ ഒരാൾ പുറകിൽ നടിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നിലവിളിക്കുന്ന അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തന്നെ മാതൃഭാഷയിലാണ് നമ്മൾ നിലവിളിക്കുന്നത്. അതായത് നമ്മുടെ വികാരങ്ങളെ, സ്നേഹത്തെ, സന്തോഷത്തെ, ദുഃഖത്തെ, സത്യത്തെ, ഇതെല്ലാം പ്രകടിപ്പിക്കുന്നത് സ്വന്തം മാതൃഭാഷയിലാണ് എന്നതാണ് ഇദ്ദേഹം പ്രധാനമായിട്ട് ഇവിടെ ഊന്നി പറയുന്നത്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ മറ്റു ഭാഷകൾ നമ്മൾ ഉപയോഗിച്ച്, ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ഭാഷ, എൻ്റെ മാതൃഭാഷ മലയാളമാണെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു, പെട്ടെന്ന് എനിക്ക് ഒരു ദുഃഖമുണ്ടാകുമ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ അത് പ്രകടിപ്പിക്കുമ്പോൾ അത് നമ്മുടെ സ്വത്വത്തോട് അടുത്ത് നിൽക്കുന്നില്ല. മറിച്ച് ഞാൻ എൻ്റെ തന്നെ മാതൃഭാഷയിൽ, എൻ്റെ തന്നെ മലയാളം എന്ന ഭാഷയിൽ ഞാൻ എൻ്റെ സന്തോഷത്തെയോ ദുഃഖത്തെയോ ഞാൻ പ്രകടിപ്പിക്കുമ്പോൾ അത് നമ്മുടെ സ്വത്വത്തോട്, നമ്മുടെ ആ ഒരു ജീവിതത്തോട് തന്നെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നമ്മളുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്, ഏറ്റവും നല്ല രീതിയിൽ പറ്റുന്നത് മാതൃഭാഷയാണെന്ന് എം.എൻ. വിജയൻ ഇവിടെ പറയുകയാണ്. പക്ഷേ നമുക്ക് നമ്മുടെ സംസ്കാരത്തിൽ ഇപ്പം കാണുന്നതാണ് മാതൃഭാഷയിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളെ അകറ്റുന്നു. അതായത് ഉയർന്ന വിദ്യാഭ്യാസം എന്നതിന്റെ പേരിൽ മാതൃഭാഷയിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളൊക്കെ അകറ്റുന്നു. ഇതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഈ പ്രാഥമിക തത്വം നിഷേധിക്കുമ്പോൾ, അതായത് വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ വേണ്ടി മനുഷ്യൻ ഉപയോഗിക്കുന്നത് മാതൃഭാഷയാണെന്നുള്ള ആ ഒരു പ്രാഥമിക തത്വം, മാതൃഭാഷ സ്നേഹിക്കണമെന്നുള്ള പ്രാഥമിക തത്വം നമ്മൾ നിഷേധിക്കുമ്പോൾ, അതായത് മാതൃഭാഷയിൽ നിന്ന് കുഞ്ഞുങ്ങളെ അകറ്റുമ്പോൾ അവരുടെ വികാരതലം നഷ്ടപ്പെടുകയും വികാരശൂന്യമായ ഒരു തലമുറ രൂപപ്പെടാൻ വേണ്ടിയിട്ട് സാധ്യത ഉണ്ട് എന്നും എം.എൻ. വിജയൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് മാതൃഭാഷയെ നിന്ന് കുഞ്ഞുങ്ങളെ ഒരിക്കലും, അതായത് വളർന്നു വരുന്ന സമൂഹത്തെ, തലമുറയെ നമ്മൾ ഒരിക്കലും മാതൃഭാഷയിൽ നിന്ന് അകറ്റരുത്. മാതൃഭാഷയിൽ തന്നെ വളർന്നു വരികയും അതോടൊപ്പം തന്നെ മറ്റു ഭാഷകളെ സ്വായത്തമാക്കാൻ കഴിയുകയും ചെയ്യണമെന്നാണ് എം.എൻ. വിജയൻ ഓർമ്മപ്പെടുത്തുന്നത്.
തുടർന്ന് നമ്മൾ കാണുന്നത് അതായത് ഈ നമ്മൾ ജീവിക്കുന്ന ഒരു സംസ്കാരം ഉൽപാദന വിപണന സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഉൽപാദന വിപണന സംസ്കാരത്തിൽ ജീവിക്കുന്ന നമുക്ക് ഭാഷയുടെ വൈവിധ്യം നഷ്ടപ്പെടുന്ന വഴി ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് ഭാഷയുടെ വൈവിധ്യം നമുക്ക് നഷ്ടപ്പെടുന്നു, അതോടൊപ്പം തന്നെ നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. അതായത് നമുക്ക് ജീവിക്കണമെങ്കിൽ വൈവിധ്യമാർന്ന ഒരു സമൂഹവും സാമൂഹിക വ്യവസ്ഥകളും ഭക്ഷണ വ്യവസ്ഥകളും സംസ്കാര വ്യവസ്ഥകളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു സന്തോഷവും ഒരു മനോഹാരിതയൊക്കെ ഉള്ളൂ. പക്ഷെ ഈ വൈവിധ്യം നഷ്ടപ്പെടുന്ന വഴി നമുക്ക് നഷ്ടപ്പെടുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയാണ്. അതില് ആദ്യമേ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ ഈ ഒരു പുതിയ സംസ്കാരത്തിൽ, അതായത് ഉൽപാദന വിപണന സംസ്കാരത്തിൽ ജീവിക്കുന്ന നമുക്ക് ഭക്തി, സൗന്ദര്യം, ആദർശം എന്നിവയെല്ലാം വിൽപ്പന ചരക്കായിട്ട് മാറുന്നു. അതായത് ഭക്തി, ഈശ്വരനോടുള്ള ഭക്തി അത് വിൽപ്പന ചരക്കായിട്ട് മാറുന്നു. സൗന്ദര്യം എന്നതും വിൽപ്പന ചരക്കായിട്ട് മാറുന്നു. ഒരാളുടെ ആദർശം അതും ഏത് സമയം വേണമെങ്കിലും മാറ്റിമറിക്കാവുന്ന രീതിയിൽ അതും വിൽപ്പന ചരക്കായിട്ട് മാറുന്ന ഒരു വ്യവസ്ഥയായിട്ട് ഉൽപാദന വിപണന സംസ്കാരത്തിൽ ഇതെല്ലാം വെറും പണത്തിന് വേണ്ടിയുള്ളതായിട്ട് മാറുന്നു എന്ന് അദ്ദേഹം പറയാണ്. രണ്ടാമതായിട്ട് മനുഷ്യന്റെ രുചിയെ അന്താരാഷ്ട്ര ബ്രാൻഡുകൾ നിയന്ത്രിക്കുന്ന കാലത്ത് രുചിയുടെ വ്യവസ്ഥ നഷ്ടപ്പെടുകയും രുചി എന്നത് എല്ലാവരുടെയും രുചിയായി മാറുകയും അതാരുടെയും രുചി അല്ലാതാവുകയും ചെയ്യുന്നു അദ്ദേഹം പറയാണ്. അതായത് രുചിയിലെ വൈവിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ അതിനും ഒരു മനോഹാരിതയുള്ളൂ. പക്ഷെ ഈ ഉൽപാദന വിപണന സംസ്കാരത്തിന്റെ ഈ മനുഷ്യന്റെ രുചി ഒരു അതിന്റെ ഒരു വൈവിധ്യം നഷ്ടപ്പെട്ട് രുചി എന്നത് എല്ലാവരുടെയും രുചിയായിട്ട് മാറുന്നു എന്ന് അദ്ദേഹം പറയാണ്. ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മൾ എല്ലാവരും കഴിക്കുന്ന കുഴിമന്തി അല്ലെങ്കിൽ ഷവായി, ബിരിയാണി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് ഓരോരോ നാടിന്റെയും സംസ്കാരം. കുഴിമന്തി എന്ന് പറയുന്നത് ഒരു അറേബ്യൻ നാടിന്റെ ഭക്ഷണ രീതിയാണ്. അപ്പൊ അതൊക്കെ മാറി അത് എല്ലാവരുടെയും രുചിയായിട്ട് മാറുകയും ആ വൈവിധ്യം എല്ലാവരുടെയും രുചി എന്നതിലേക്ക് മാറുകയും ചെയ്യാണ്. അപ്പോ നമ്മളിവിടെ കാണുന്ന ഒരു രുചിയുടെ വൈവിധ്യത്തെ നഷ്ടപ്പെട്ടിട്ട് ഒരു നാടിന്റെ രുചി എന്ന് പറയുന്നത് ഒരു ആഗോള തലത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവരുടെ രുചിയായിട്ട് മാറുന്നു. ആ രുചിയുടെ വൈവിധ്യം നഷ്ടപ്പെടുന്നത് അതായത് ഉൽപാദന വിപണന സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് രുചിയുടെ വൈവിധ്യം നഷ്ടപ്പെടുന്നു. ഭക്തിയുടെ, സൗന്ദര്യത്തിന്റെ, ആദർശത്തിന്റെ ഒക്കെ ആ ഒരു സൗന്ദര്യവും എല്ലാം നഷ്ടപ്പെടുന്നു അദ്ദേഹം പറയുകയാണ്. മൂന്നാമതായിട്ട് വ്യത്യസ്തമായ രുചിയും വ്യത്യസ്തമായ വസ്ത്രധാരണവും വ്യത്യസ്തമായ സൗന്ദര്യ ബോധവും വ്യത്യസ്തമായ ഭാഷയും നഷ്ടപ്പെടുമ്പോൾ ജൈവ വൈവിധ്യത്തിലെ സൗന്ദര്യം നമുക്ക് നഷ്ടപ്പെടുന്നു അദ്ദേഹം പറയുകയാണ്. അതായത് നമുക്ക് രുചിയിലെ വ്യത്യസ്തത വേണം, വസ്ത്രധാരണത്തിൽ വ്യത്യസ്തത വേണം, സൗന്ദര്യബോധത്തിൽ വ്യത്യസ്തത വേണം, ഭാഷയിലെ വ്യത്യസ്തത വേണം. ഇതൊക്കെ നഷ്ടപ്പെടാതെ നോക്കണം. ഇതൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജൈവ വൈവിധ്യത്തിലെ സൗന്ദര്യവും, അതായത് മനുഷ്യര് പലതരം മനുഷ്യരുണ്ട്, ജീവിവർഗങ്ങളുണ്ട്, സസ്യങ്ങളുണ്ട്, ഇതിന്റെ എല്ലാത്തിന്റെയും ആ ഒരു സൗന്ദര്യം, ജൈവ വൈവിധ്യത്തിലെ സൗന്ദര്യം നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അതായത് മനുഷ്യരിൽ വൈവിധ്യങ്ങളുണ്ട്, ജീവിവർഗങ്ങളിലും വൈവിധ്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ജൈവ വൈവിധ്യങ്ങളാണ് ഈ ഒരു ജൈവ വ്യവസ്ഥയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മുടെ സംസ്കാരത്തിന്റെ നിലനിൽപ്പിന് ഭാഷയുടെ വൈവിധ്യവും അനിവാര്യമാണ്. അതായത് ഒരേ ഭാഷ മാത്രമല്ല, വ്യത്യസ്ത നാടുകളിൽ, വ്യത്യസ്ത സംസ്കാരത്തിൽ, വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്തമായ ഭാഷകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ സംസ്കാരത്തിന്റെ നിലനിൽപ്പും ഉണ്ടാകുന്നത് അദ്ദേഹം പറയാണ്. അതായത് ഭാഷയുടെ വൈവിധ്യം ഈ ലോകത്തിന് അനിവാര്യമാണ് അദ്ദേഹം പറയാണ്. അതായത് വ്യത്യസ്ത ഭാഷ വ്യത്യസ്ത സംസ്കാരങ്ങളുടെ അടയാളപ്പെടുത്തലുകൾ ആണ് എന്ന് അദ്ദേഹം പറയാണ്. അതോടൊപ്പം നമ്മൾ കാണുന്നത് മലയാള ഭാഷയിൽ തന്നെ നമുക്ക് അറിയാം വ്യത്യസ്തമായ വൈവിധ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത് ആ ഭാഷയുടെ സൗന്ദര്യമാണ്. അത് മലയാള ഭാഷ എടുക്കുമ്പോൾ ഓരോ ഭാഷയിലും വൈവിധ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ലോകത്തിലെ വ്യത്യസ്തമായ വൈവിധ്യങ്ങളാർന്ന പല പല ഭാഷകളുണ്ട്. അപ്പൊ ഈ മലയാള ഭാഷയിലെ വൈവിധ്യത്തെ കുറിച്ച് നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം. അതിൽ ഉദാഹരണങ്ങൾ എം.എൻ. വിജയൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എഴുത്തച്ഛന്റെ ഭാഷ, ചെറുശ്ശേരിയുടെ ഭാഷ, കുഞ്ചൻ നമ്പ്യാരുടെ ഭാഷയൊക്കെ. എഴുത്തച്ഛൻ ഭക്തിപ്രസ്ഥാനം രൂപപ്പെടുത്തി, ചെറുശ്ശേരിയുടെയും ഉണ്ട്, കുഞ്ചൻ നമ്പ്യാരുടെയും ഉണ്ട്, ചെറുശ്ശേരിയുടെ ഗാഥാപ്രസ്ഥാനം, കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പ്രസ്ഥാനം, ഇങ്ങനെയൊക്കെ ഇവരൊക്കെ ഭാഷയിൽ, അത് മലയാള ഭാഷയിൽ തന്നെ വ്യത്യസ്തതകൾ, വൈവിധ്യങ്ങൾ, ഭാഷയ്ക്ക് വൈവിധ്യങ്ങൾ കൊണ്ടുവന്നു. ഇതേപോലെ തന്നെ ഭാഷയ്ക്കുള്ളിലെ വൈവിധ്യങ്ങളും പിന്നെ വൈവിധ്യമാർന്ന ഭാഷകൾ നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ സംസ്കാരത്തിന് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ, സംസ്കാരത്തിന് സൗന്ദര്യം ഉണ്ടാവുകയുള്ളൂ എന്ന് എം.എൻ. വിജയൻ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ ഇതിന് വിഘാതമായി നിൽക്കുന്ന ഒരു കാര്യത്തെ എം.എൻ. വിജയൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് ആഗോളവൽക്കരണം ഭാഷയുടെ ഈ വൈവിധ്യത്തിന് വിഘാതമായിട്ട് തീരുന്നു അദ്ദേഹം പറയാണ്. അതായത് ലോകം എന്നത് ഇംഗ്ലീഷ് എന്ന ഭാഷയിലേക്ക് ചുരുങ്ങുന്ന അതുവഴിയായിട്ട് ഈ ആഗോളവൽക്കരണം ഭാഷയുടെ വൈവിധ്യത്തിന് വിഘാതമായിട്ട് തീരുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ആഗോളവൽക്കരണത്തിന് ഏറ്റവും സഹായമായ ഭാഷ ഇംഗ്ലീഷ് ആണെന്ന് പ്രചരിപ്പിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ മാതാപിതാക്കള് കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ വിടാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാകുന്നു. അതായത് ലോകം ഒരു വില്ലേജായിട്ട് ചുരുങ്ങുന്നു ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട്. അപ്പോൾ ലോകത്തിൻ്റെതായ ഒരു പൊതുഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണെന്ന് ചിന്തിക്കുകയും അതുവഴിയായിട്ട് മാതാപിതാക്കന്മാര് മക്കളെ ഇംഗ്ലീഷ് പഠനത്തിന് വേണ്ടിയിട്ട് വിടാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാകുകയും ചെയ്യുന്നു. അങ്ങനെ ഭാഷയുടെ വൈവിധ്യം നഷ്ടപ്പെടുകയും ഭാഷയുടെ സൗന്ദര്യം നഷ്ടപ്പെടാൻ വേണ്ടി സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത്രയുമാണ്
ഭാഷ സംസ്കാരം എന്നതിനെ കുറിച്ച് എം.എൻ. വിജയൻ ഈ ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. അടുത്തത് മൂന്നാമത്തെ കാര്യമാണ് വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് എം.എൻ. വിജയൻ ഈ ലേഖനത്തിന്റെ അടുത്ത ഭാഗത്തായി പങ്കുവയ്ക്കേണ്ടത്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് കാണാം. ഇവിടെ ആദ്യം തന്നെ വിദ്യാഭ്യാസം എന്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയും മനുഷ്യനും സാധനങ്ങളും തമ്മിലുള്ള ബന്ധത്തെയും മനുഷ്യനും ജീവികളും തമ്മിലുള്ള ബന്ധത്തെയും നിർവചിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതായത് ബന്ധങ്ങളെ നിർവചിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം പറയാണ്. മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയും മനുഷ്യനും സാധനങ്ങളും തമ്മിലുള്ള ബന്ധത്തെയും മനുഷ്യനും ജീവികളും തമ്മിലുള്ള ബന്ധത്തെയും നിർവചിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം പറയുകയാണ്. ഇനി അദ്ദേഹം പറയുന്നുണ്ട് വിദ്യാഭ്യാസത്തെ കുറിച്ച് ഈ കാലത്ത് നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന ഒരു തെറ്റിദ്ധാരണയെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. അത് നമ്മുടെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും അധ്യാപകര് ഒക്കെ ചിന്തിക്കുന്നത് ഇത് എങ്ങനെയായിരിക്കും, കുട്ടികൾ നമ്മൾ പറയുന്നത് കേട്ട് പഠിക്കുന്നു. അതായത് മാതാപിതാക്കന്മാരും അധ്യാപകരൊക്കെ പറയുന്നത് കേട്ട് കുട്ടികൾ പഠിക്കുന്നു എന്നാണ് ഈ ഒരു തെറ്റിദ്ധാരണ ഈ ഒരു കാലഘട്ടത്തിൽ നിൽക്കുന്നത്. ക്ലാസ് മുറികളിൽ അധ്യാപകൻ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്തോ പറയുന്നത് എന്തോ അത് കേട്ട് കുട്ടികളെല്ലാം പഠിക്കുന്നുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ പറയുന്നത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യണം എന്ന് ഓരോ കുട്ടികളോട് തങ്ങളുടെ കുട്ടികളോട് പറയുന്നത് കേട്ട് കുട്ടികൾ പഠിക്കുന്നു എന്ന് ഒരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന മറ്റൊന്നാണ്. ഇങ്ങനെ നമ്മളെ തെറ്റിദ്ധാരണയാണ് നമ്മൾ പറയുന്നത്. അധ്യാപകരാണെങ്കിലും മാതാപിതാക്കന്മാരാണെങ്കിലും അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ട് കുട്ടികൾ പഠിക്കുന്നു എന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. പക്ഷെ കുട്ടികൾ പഠിക്കുന്നത് എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. യഥാർത്ഥത്തിൽ അവർ കേട്ട് പഠിക്കുകയല്ല, കുട്ടികൾ കേട്ട് പഠിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് കണ്ടുപഠിക്കുകയാണ് ചെയ്യുന്നത്. ഓരോരുത്തരെയും കണ്ടുപഠിക്കുന്നു. അതിന്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടാണ് ഓരോ കുഞ്ഞുങ്ങളും ഇപ്പൊ പഠിക്കുന്നത്. അപ്പൊ ആരെയാണ് കണ്ടുപഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉറപ്പില്ല എന്നും ലേഖനകർത്താവ് പറയാണ്. അതായത് അധ്യാപകരെ ആകാം, സിനിമക്കാരെ ആകാം, രാഷ്ട്രീയക്കാരെ ആകാം, തെമ്മാടികളെ ആകാം, ഇവരെയൊക്കെ ആയിരിക്കാം ഓരോരുത്തരും കുട്ടികൾ മാതൃകളാക്കുന്നത്. അവരെ കണ്ട് പഠിക്കുകയും ചെയ്യാം. അത് ഓരോ കുട്ടികളും അവർക്ക് ആകർഷണീയമായിട്ട് അവർക്ക് ഭയങ്കര ഹീറോ എന്ന് തോന്നുന്നത് ആരാണോ, ചിലപ്പോൾ അധ്യാപകരാകാം, ചിലപ്പോൾ പാരന്റ്സ് ആകാം, ചിലപ്പോൾ സിനിമാക്കാരാകാം, രാഷ്ട്രീയക്കാരാകാം, അല്ലെങ്കിൽ തെമ്മാടികളായിട്ട് നടക്കുന്നവരാകാം. ഇങ്ങനെ ആരെ വേണമെങ്കിലും അവർ മാതൃകളായി സ്വീകരിച്ചിട്ട് അവരെ കണ്ട് പഠിക്കുന്ന ഒരു വ്യവസ്ഥയാണ് എന്നുള്ളത്. മറിച്ച് അല്ലാതെ പറഞ്ഞു കൊടുക്കുന്നത് ആണ് കുട്ടികൾ പഠിക്കുന്നു എന്നുള്ളത് തെറ്റിദ്ധാരണ മാത്രമാണ് എന്ന് ലേഖനകർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിന്റെ പരമപ്രധാനമായിട്ടുള്ള തത്വം എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തനം കണ്ടുകൊണ്ടാണ് മറ്റുള്ളവർ ജീവിത മാതൃക ഉണ്ടാക്കേണ്ടത് എന്ന് അദ്ദേഹം പറയാണ്. അതായത് വിദ്യാഭ്യാസത്തിന്റെ പരമപ്രധാനമായ തത്വം എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രവർത്തനം കണ്ടുകൊണ്ട് മറ്റുള്ളവർ ജീവിത മാതൃക ഉണ്ടാക്കണം. അതായത് ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യം മാത്രമല്ല, നമ്മുടെ പ്രവർത്തനം കണ്ട് നല്ല മാതൃക കണ്ടിട്ട് അത് മറ്റുള്ളവരെ ജീവിത മാതൃകയായിട്ട് സ്വീകരിക്കണം. അതാണ് വിദ്യാഭ്യാസത്തിന്റെ പരമപ്രധാനമായിട്ടുള്ള തത്വം എന്ന് എം.എൻ. വിജയൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വിദ്യാഭ്യാസ രംഗത്തെ വിലയിരുത്തുന്നതോടൊപ്പം തന്നെ ഇന്ത്യയുടെ അധികാര രംഗത്തെയും എം.എൻ. വിജയൻ വിലയിരുത്തുന്നുണ്ട്. അതായത് വിദ്യാഭ്യാസവുമായി ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയുടെ അധികാര രംഗത്തെയും എം.എൻ. വിജയൻ ഇവിടെ വിലയിരുത്തുന്നുണ്ട്. നമ്മുടെ ഒരു ഇന്ത്യയുടെ അധികാരത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? രാഷ്ട്രീയമായ അധികാരം മതപരമായ അധികാരത്തിനും സാമ്പത്തികമായ അധികാരത്തിനും വഴങ്ങുന്ന അധികാര രംഗമാണ് ഇന്ത്യക്കുള്ളതെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് രാഷ്ട്രീയപരമായുള്ള അധികാരം മതപരമായിട്ടുള്ള അധികാരത്തിനും സാമ്പത്തികപരമായിട്ടുള്ള അധികാരത്തിനും കീഴ്വഴങ്ങുന്ന ഒരു രംഗമാണ് നമ്മുടെ ഇന്ത്യക്കുള്ളതെന്ന് അദ്ദേഹം പറയാണ്. അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള അധികാരം മതപരമായ അധികാരത്തിന് വഴങ്ങുന്നതിനെ ഫാസിസം എന്ന് അദ്ദേഹം വിളിക്കുന്നു. അതായത് രാഷ്ട്രീയം മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കീഴ്വഴങ്ങുന്നതിനെ അദ്ദേഹം ഫാസിസം എന്ന് വിളിക്കുന്നു. രാഷ്ട്രീയമായിട്ടുള്ള അധികാരം സാമ്പത്തികമായ അധികാര ശക്തിക്ക് വഴങ്ങുന്നതിനെ മുതലാളിത്തം എന്നും അദ്ദേഹം വിളിക്കുകയും ചെയ്യാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് ഇത് രണ്ടും ശക്തമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം ഇതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത് ആധുനിക ഗണിതശാസ്ത്രത്തെ വേദഗണിതമായിട്ട് ചേർത്ത് വെക്കുന്ന ഒരു പ്രവണത ഇന്ത്യയിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകൾക്ക് ആശ്രമങ്ങളുടെ പേരിടുന്ന ഒരു രീതി നമ്മുടെ രാജ്യത്ത് കാണുന്നുണ്ട്. ഹാജർ വിളിക്കുമ്പോൾ ഓം നമ ശിവായ എന്ന് പറയുന്ന രീതി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതും അങ്ങനെ ഒരു പ്രവണതയും നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ കാണുന്നുണ്ട്. ഇതൊക്കെ അദ്ദേഹം ഇതിന് അതായത് നമ്മുടെ വിദ്യാഭ്യാസത്തെ ഫാസിസം വിഴുങ്ങി എന്നതിനുള്ള ഉദാഹരണമായിട്ട് അദ്ദേഹം എടുത്തു കാണിക്കുന്നതാണ്. ഇതിനെ ചുരുക്കമായിട്ട് അദ്ദേഹം പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രീതി പ്രതീകാത്മകമായിട്ട് പിന്നോട്ടും വാണിജ്യപരമായിട്ട് അതായത് വിൽപ്പനച്ചരക്കായിട്ട് മുന്നോട്ടുമാണെന്നാണ് ഇന്നത്തെ യാഥാർത്ഥ്യം എന്ന് അദ്ദേഹം പറയാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് മറ്റെല്ലാ സാധനങ്ങളെയും പോലെ വിദ്യാഭ്യാസം വിൽക്കാനും വാങ്ങാനുമുള്ള ഒരു സാധനമായിട്ട് മാറുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു ദുഃഖ അവസ്ഥ ലേഖകൻ ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിദ്യാഭ്യാസം എങ്ങനെയാണ് വിൽപ്പനച്ചരക്കായി മാറുന്നതിനുള്ള ഒരു ഉദാഹരണം വഴിയായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. വളരെ ലളിതമായിട്ട് അദ്ദേഹം പറയാണ്. അതായത് നമ്മളുടെ തോട്ടത്തിൽ ഉണ്ടാകുന്ന പൂക്കള്, ആ പൂവിന്റെ രണ്ട് ഉപയോഗം, പണ്ട് ഉണ്ടായിരുന്ന പൂവിന്റെ രണ്ട് ഉപയോഗം എന്ന് പറയുന്നത് ഒന്ന് കാമുകിയുടെ മുടിയിൽ ചൂടാൻ വേണ്ടിയിട്ട് എടുക്കുക, രണ്ട് ദേവന്റെ അമ്പലത്തിലൊക്കെ പോയി ദേവന്റെ കാൽക്കൽ സമർപ്പിക്കാൻ. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പൂവ് പണ്ട് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇന്നത് ദീർഘകാലം വാടാതിരിക്കുക, അതുപോലെ തന്നെ പോളിത്തീൻ കവർ കൊണ്ട് പൊതിഞ്ഞ് വിശിഷ്ടരായിട്ടുള്ള വ്യക്തികൾ അതിഥികളൊക്കെ വരുമ്പോൾ അവർക്ക് സമ്മാനിക്കുക എന്നതിലേക്ക് മാറിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിൽ പണമുണ്ട്, പണം കൊടുത്ത് വേണം അത് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു പൂവ്
വിൽപ്പന സാമഗ്രിയായിട്ട് മാറിയതുപോലെ വിദ്യയും വിദ്യാഭ്യാസവും ഇന്ന് വിൽപ്പന ചരക്കായിട്ട് മാറിയിരിക്കുന്നു എന്ന് MN വിജയൻ ചൂണ്ടിക്കാണിക്കുന്നു. തുടർന്ന് അദ്ദേഹം പറയാണ്, വിദ്യാഭ്യാസത്തെ നമ്മൾ വാണിജ്യമാക്കരുത് എന്ന് MN വിജയൻ പറയാണ്. ഇങ്ങനെ വിദ്യാഭ്യാസത്തെ വാണിജ്യമാക്കരുതെന്ന് പറയുന്നതിന്റെ അർത്ഥം മനുഷ്യൻ അവനവനിൽ തന്നെ ഒരു മൂല്യമാണെന്നും ആത്യന്തികമായ മനുഷ്യന്റെ മൂല്യം അവന്റെ വളർച്ചയാണെന്നും MN വിജയൻ പറയുന്നു. അതായത് മനുഷ്യന് മൂല്യമുണ്ട്. അപ്പൊ അവന്റെ ആ മനുഷ്യന്റെ മൂല്യം അവന്റെ വളർച്ച, മനുഷ്യന്റെ വിദ്യാഭ്യാസപരമായിട്ടും മറ്റെല്ലാ രീതിയിലുള്ള വളർച്ചയാണ് എന്നും അദ്ദേഹം പറയാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വിദ്യാഭ്യാസത്തെ ഒരിക്കലും വാണിജ്യപരമാക്കി മാറ്റരുത് എന്ന് അദ്ദേഹം പറയുകയാണ്. ഇങ്ങനെ ഭാഷയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും MN വിജയൻ വളരെ ശക്തമായിട്ട് തന്നെ വിമർശനാത്മകമായിട്ട് ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസം എന്നതിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം കാതൽ, അതായത് MN വിജയന്റെ വിമർശനത്തിന്റെ കാതൽ എന്ന് പറയുന്നത് ഇതാണ്: കൃഷി ചെയ്യാൻ പറ്റാത്ത പറമ്പുകളെ കൃഷിയിടങ്ങളാക്കാനും, കയറാൻ കഴിയാത്ത മലകളെ പെരുവഴികളാക്കാനും, ഭൂമിയിലുള്ള എല്ലാറ്റിനെയും അളന്ന് അടയാളപ്പെടുത്താനും, കടലിനെയും കരയെയും സംരക്ഷിച്ചു നിർത്താനും വിവര സാങ്കേതിക വിദ്യക്ക് കഴിയും. സാങ്കേതിക വിദ്യയുടെ ഉപജ്ഞാതാവായ മനുഷ്യൻ അവയേക്കാൾ അല്പം കൂടി വലിയവനാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ വിമർശനത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. അതായത് മനുഷ്യത്വത്തിനും മാനുഷിക മൂല്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുക, മനുഷ്യനേക്കാൾ ഉപരിയായിട്ട് വേറൊന്നിനും പ്രാധാന്യം കൊടുക്കാതിരിക്കാനും, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെയൊക്കെ മനുഷ്യനേക്കാൾ ഉപരിയായിട്ട് പ്രാധാന്യം കൊടുത്ത് അതിനെ വിൽപ്പന ചരക്കാക്കാതിരിക്കാനും, മനുഷ്യന് പ്രാധാന്യം കൊടുത്ത് മനുഷ്യന്റെ മൂല്യങ്ങൾ, മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും പറഞ്ഞുകൊണ്ടാണ് MN വിജയൻ തന്റെ ലേഖനം അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്. എല്ലാവർക്കും നന്ദി. നന്നായിട്ട് പഠിക്കുക. വിജയാശംസകൾ നേരുന്നു.